നമസ്കാരം. പൊറോട്ടയും ബീഫും കഴിച്ചാൽ ക്യാൻസർ വരുമോ എന്നുള്ള കഴിഞ്ഞ ആഴ്ചത്തെ ഡോക്ടർ തോമസ് വർഗീസിൻ്റെ സംഭാഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. മലയാളികളുടെ മാറേണ്ട ഭക്ഷണശീലങ്ങളെ പറ്റിയിട്ട് ഡോക്ടർ തോമസ് വർഗീസ് തുടർന്ന് സംസാരിക്കുന്നു. വെൽക്കം ടു കിഷോർ സത്യ ടോക്സ്. പൊറോട്ടയും ബീഫും മാത്രമല്ല, മലയാളിയുടെ ഭക്ഷണശീലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രസംഗത്തിൽ തുടർന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളിയുടെ മാറേണ്ട ഭക്ഷണശീലങ്ങളെപ്പറ്റി, അല്ലെങ്കിൽ നമ്മൾക്ക് ആരോഗ്യകരമായ ഒരു ഭക്ഷണശീലം എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തെപ്പറ്റിയാണ് ഡോക്ടർ തോമസ് വർഗീസ് ഇന്ന് നിങ്ങളോട് തുടർന്ന് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. മലയാളി മാറ്റേണ്ട ആരോഗ്യശീലങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പം നിലവിലുള്ള ആരോഗ്യശീലങ്ങളെപ്പറ്റി നമ്മൾ ആണല്ലോ പ്രതിപാദിക്കുന്നത്. ഈ മാറേണ്ട ആരോഗ്യശീലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സ്വാംശീകരിക്കേണ്ട ആരോഗ്യശീലങ്ങളെ പറ്റിയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, 2500 കാലറിയോളം നമ്മൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നു ഒരു അഡൽറ്റ്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇത്രയും കാലറി ചെല്ലുവാണെങ്കിൽ അത്രയും കാലറികൾ നമ്മൾ ബേൺ ചെയ്ത് കളയേണ്ടിയിരിക്കുന്നു. സോ നമ്പർ 1 നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് റെഗുലർ ഫിസിക്കൽ എക്സസൈസ്. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ഏത് തരത്തിലുള്ള ഭക്ഷണ പ്രക്രിയകളാണ് ചെയ്യുന്നത്. കാരണം ഏതാണ്ട് 70% മനുഷ്യൻ്റെ ക്യാൻസറുകളും ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളും ഉത്ഭവിക്കുന്നത് നമ്മുടെ ആഹാര പ്രക്രിയയിൽ നിന്നാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രസക്തമായ കാര്യമാണ് കാർബോഹൈഡ്രേറ്റ്സ്. ഇന്ന് കാർബോഹൈഡ്രേറ്റ്സ് ഒരു വലിയ വില്ലനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എക്സസ് കാർബോഹൈഡ്രേറ്റ് എപ്പോഴും ഫാറ്റി ലിവറിനും ഒബീസിറ്റിക്കും കാരണമാകും. അതുപോലെ തന്നെ നമ്മുടെ മാറേണ്ട ശീലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സ്ട്രെസ്. നമുക്ക് സ്ട്രെസ് റിലാക്സേഷന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടിരിക്കുന്നു. പ്രൊഫഷണൽ സ്ട്രെസ്, മറ്റു തലങ്ങളിലൊക്കെയുള്ള സ്ട്രെസ് മനുഷ്യന് ഏറ്റവും വലിയൊരു ശാപമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന പല വസ്തുക്കളും നമുക്ക് അപകടകരമായി മാറും. ടുബാക്കോ ഒരു വലിയൊരു വില്ലനാണ്. നമുക്കത് മാറേണ്ട ഒരു ഹാബിറ്റാണ്. ക്രോണിക് ആൽക്കഹോളിസം ഒരു അപകടകരമായ സംഗതിയാണ്. നമ്മുടെ ഭക്ഷണ സാധനങ്ങളിൽ ഉപയോഗിക്കുന്ന അഡിക്റ്റീവ്സ് ഒരു വലിയ പ്രശ്നമാണ്. പച്ചക്കറികൾ ഉപയോഗിക്കാതെയുള്ള അല്ലെങ്കിൽ സാലഡ്സ് ഒന്നും ഇല്ലാത്ത ഭക്ഷണ രീതികൾ. അതേപോലെ തന്നെയാണ് ഷുഗറിനെ പറ്റി പറയുന്നത് വൈറ്റ് പോയ്സണാണ്. എയറേറ്റഡ് ഡ്രിങ്ക്സ് ഒരു വലിയ അപകടകരമായ ഒരു സാഹചര്യമാണ് നമുക്കുണ്ടാക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കാണപ്പെടുന്ന ഈറ്ററീസ്. അവർ നമുക്ക് തരുന്ന ഭക്ഷണങ്ങൾ അത് ഏത് ക്വാളിറ്റിയിൽ ഉണ്ടാക്കപ്പെടുന്നു, എന്തായിരിക്കും അതിൻ്റെ റോ മെറ്റീരിയൽസ്, എന്തൊക്കെ ഓയിൽസ് യൂസ് ചെയ്യുന്നു, ഇതൊന്നും നമുക്കറിയില്ല. കാരണം നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ടേസ്റ്റി ഫുഡ് കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫിൻ്റെ പ്രക്രിയകൾ, ആഡിക്വേറ്റ് റെസ്റ്റ്, ആഡിക്വേറ്റ് ആയിട്ടുള്ള ഉറക്കം, ഇതെല്ലാം നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ പോകുന്നതിൻ്റെ സ്ഥാനത്ത് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഭക്ഷണ പ്രക്രിയകൾ, ആഡിക്വേറ്റ് ആയിട്ടുള്ള എക്സസൈസ്, ആഡിക്വേറ്റ് ആയിട്ടുള്ള ഉറക്കം, ആഡിക്വേറ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഇതെല്ലാമൊക്കെയാണ് നമ്മുടെ മാറേണ്ടതായിട്ടുള്ള ശീലങ്ങൾ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പൊറോട്ടയും ബീഫും കഴിച്ചാൽ ക്യാൻസർ വരുമോ എന്നുള്ള വിഷയം, അതുപോലെ തന്നെ ഈ ആഴ്ച ഡോക്ടർ തുടർന്ന് സംസാരിച്ച മലയാളിയുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ, ഈ 2 വീഡിയോസും നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കണ്ടാൽ മാത്രം പോരാ, ഇത് കൂടുതൽ ആൾക്കാരിലേക്ക്, മലയാളികളിലേക്ക് ഈ വീഡിയോ നിങ്ങൾ എത്തിക്കുക. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചൊരു കാര്യമാണ്. മറ്റ് കൂടുതൽ വിഷയങ്ങളുമായിട്ട് വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.